അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകം നമ്മൾ ഓരോരുത്തരും പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് തക്ബീറുകൾ ധാരാളമായി ചൊല്ലുക എന്നുള്ളത്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളുടെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഫഅക്സിറൂ ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകൾ അധികരിപ്പിക്കുക, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ അധികരിപ്പിക്കുക. വത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ കൽപ്പിക്കുകയും അവിടുന്ന് ഏറെ ശ്രദ്ധിക്കുകയും ചെയ്ത ദിക്റുകളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്നീ ദിക്റുകൾ. തക്ബീറുകൾ ചൊല്ലാൻ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വഹാബിമാരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവരെ കുറിച്ച് പറഞ്ഞതായി കാണാം, കാന യഖ്റുജാനി ഇല സൂഖി ഫയുകബ്ബിറാൻ. ഈ രണ്ട് സ്വഹാബികളും അങ്ങാടിയിലേക്ക് എന്തെങ്കിലും വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അല്ല, മറിച്ച് അങ്ങാടിയിലേക്ക് തക്ബീർ മുഴക്കിക്കൊണ്ട് പോകുമെന്നാണ്. ഈ രണ്ട് സ്വഹാബികളെ തക്ബീറുകൾ കേട്ട് ജനങ്ങളും തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന്. ജനങ്ങളെ തക്ബീറുകൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തക്ബീറുകൾ ഉറക്കമുഴക്കിക്കൊണ്ട് ഈ രണ്ട് സ്വഹാബികളും അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു എന്ന്. മഹാനായ താബിഈ മൈമൂൻ ഇബ്നു മഹ്റാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വഹാബികളെ പറ്റി പറയുകയാണ്, അദ്റക്തു الناس في العشر حتى أشبه بالأمواج من كثرتها. ഞാൻ സ്വഹാബികളെ കണ്ടുമുട്ടി. അവർ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ ധാരാളമായി തക്ബീറുകൾ മുഴക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ തക്ബീറുകൾ, ആ തക്ബീർ ധ്വനികളുടെ ആധിക്യം കാരണം ആ തക്ബീർ ധ്വനികളെ തിരമാലകളോടാണ് ഞാൻ ഉപമിച്ചിരുന്നത് എന്നാൽ തിരമാലകൾക്ക് സമാനമായി സ്വഹാബികൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ തക്ബീറുകൾ മുഴക്കുമായിരുന്നു എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലേക്ക് നോക്കുക, ഇത് ഒരു മരിച്ചുപോയ അവഗണിക്കപ്പെട്ട ഒരു സുന്നത്തായി മാറിയിരിക്കുകയാണ്. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ വന്നാൽ ആരാണ് തക്ബീറുകൾ മുഴക്കുന്നത്? ആരാണ് തക്ബീറുകൾ ചൊല്ലിയിരുന്നത്? സ്വഹാബികൾ. അവരുടെ തക്ബീർ ധ്വനികൾ അത് ആവർത്തിക്കപ്പെടുന്ന തക്ബീർ ധ്വനികളായിരുന്നു. അവിടുന്ന് സ്വഹാബികൾ ഉറക്കെ ആവർത്തിച്ചുകൊണ്ട് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ദുൽഹിജ്ജയുടെ ആദ്യ ദിവസങ്ങളിൽ സ്വഹാബികൾ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്താണ്, സുന്നത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഈ മരിച്ചുപോയ സുന്നത്തിനെ നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട്. ആ മരിച്ചുപോയ സുന്നത്തിനെ, അവഗണിക്കപ്പെടുന്ന സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ അതിനെ ജീവിപ്പിക്കേണ്ടതുണ്ട്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരു മടിയും കാണിക്കേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തലാണ്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അറബികൾ ഉച്ചരിച്ച വാക്കുകളിൽ ബഹുമാനത്തിന്റെയും അതുപോലെ തന്നെ മഹത്വപ്പെടുത്തലിന്റെയും ഏറെ ഉത്കൃഷ്ടമായ അല്ലാഹു അക്ബർ എന്ന വാക്ക് പോലെ മറ്റൊരു വാക്കുമില്ല എന്നാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ ഇജ്ലാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിലും അവന്റെ കഴിവിലും അതുപോലെ തന്നെ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല. അവനെ പുകഴ്ത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ വാക്കുകൾ മതിയാവുകയില്ല.
എന്ന അല്ലാഹു അക്ബർ എന്ന തക്ബീർ അത് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തക്ബീറുകൾ വിളിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ കൽപ്പിച്ച കാര്യമാണ്. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. വകബ്ബിർഹു തക്ബീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവണ്ണം ശരിയാവണ്ണം മഹത്വപ്പെടുത്തുക, തക്ബീറുകൾ ചൊല്ലുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, തക്ബീറുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക. അങ്ങാടികളൊന്നില്ലാതെ, വീടുകളൊന്നില്ലാതെ, മസ്ജിദുകളൊന്നില്ലാതെ, രാവോ പകലോ എന്നില്ലാതെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക.